الحمد لله رب العالمين الذي هدانا لهذا فما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖിയായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ വിശുദ്ധമാക്കിയ നാളുകളിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ദുൽഹിജ്ജ മാസം അവസാനിച്ച് മുഹറത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു വിശുദ്ധമായ മാസം കഴിഞ്ഞ് വീണ്ടും അടുത്തത് പവിത്രമായ വിശുദ്ധമായ മാസത്തിലേക്ക് തന്നെയാണ് അള്ളാഹു നമ്മെ ജീവിപ്പിക്കുന്നത്. അള്ളാഹു മഹത്വപ്പെടുത്തിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം. അത് മാത്രമല്ല, മുഹറം മാസത്തിനുള്ള പ്രത്യേകത വിശ്വാസി സമൂഹത്തിന്റെ ഒരു പുതുവർഷ പുലരിയാണ് വരാൻ പോകുന്നത്. ഹിജറ 1446 അവസാനിച്ച് 1447 ആരംഭിച്ചിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഹിജറ കലണ്ടർ പ്രാബല്യത്തിൽ വന്നത്. അതുവരെയും അതിനു മുമ്പ് നടന്ന പല സംഭവങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ് പറയാറുള്ളത്. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് നടന്ന കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിന്റെ നാശം, ആനക്കലഹം, ആമുൽ ഫീൽ, അത് വെച്ചുകൊണ്ടാണ് കാലം കണക്കാക്കിയിരുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുകയും
ധാരാളം എഴുത്തുകുത്തുകളെല്ലാം രാജാക്കന്മാരുമായൊക്കെ എഴുത്തിടപാടുകളും മറ്റും എല്ലാം നടത്തേണ്ടെന്ന സാധ്യത കൂടുകയും ചെയ്തപ്പോൾ ക്രൈസ്തവ രാജാക്കന്മാരും നേതാക്കന്മാരും എല്ലാം അവരുടെ ക്രിസ്താബ്ദ വർഷം വെച്ചുകൊണ്ട് തീയതി കണക്കാക്കിയാണ് കത്തുകൾ എഴുതുകയും രേഖകൾ രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് തോന്നി, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിച്ചു, അള്ളാഹുവിന്റെ ദീൻ, അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്, അതനുസരിച്ചു കൊണ്ടൊരു സമൂഹവും ഒരു സാമ്രാജ്യവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഇബാദത്തുകൾക്കും കാലഗണനയ്ക്കും ഒരു വർഷം ആവശ്യമാണെന്ന ചിന്തയുണ്ടാവുകയും അത് സ്വഹാബത്തുമായി കൂടി ആലോചിച്ച് ഏതാണ് നമ്മൾ അതിന് പേര് കൊടുക്കേണ്ടത് എന്ന ചർച്ച നടന്നു. അപ്പോൾ പലതും പറഞ്ഞു. ചിലർ പറഞ്ഞു, നമുക്ക് ബദർ യുദ്ധാണല്ലോ നമുക്ക് വിജയം നേടിത്തന്നത്, ബദർ എന്ന് പേര് കൊടുക്കാം. മറ്റു ചിലർ പറഞ്ഞു മക്കം ഫതഹ് മക്ക എന്ന് കൊടുക്കാം. ചിലർ പറഞ്ഞു ഇസ്രാ മിഅ്റാജ്, അങ്ങനെ അതേതിലേതെങ്കിലും കൊടുക്കാം. അങ്ങനെ പല പേരുകളും വന്നപ്പോൾ അതിൽ ഹിജ്റ എന്ന ഇസ്ലാമിക വിജയത്തിന്റെയും സമാധാനത്തിന്റെയും വികാസത്തിന്റെയും നാന്ദി കുറിച്ചത്, അതിന് നാഴികക്കല്ലായി മാറിയത് ഹിജ്റയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഹിജ്റ എന്ന പേര് കൊടുക്കാം. അങ്ങനെ അതെല്ലാവരും അത് അംഗീകരിക്കുകയും അങ്ങനെ അന്ന് മുതൽ ഹിജ്റ കലണ്ടറും കാലഘടനയും രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഹിജ്റ വർഷം നമ്മൾ കണക്കാക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഹിജ്റ വർഷം എന്താണെന്ന് വെച്ചാൽ അത് കല്യാണ പത്രികയിൽ എഴുതാനുള്ളത്, അല്ലെ, ഇൻവിറ്റേഷൻ കാർഡ് പ്രിന്റ് ചെയ്യുമ്പോൾ അതിലെഴുതാനുള്ള സംഗതി. അതല്ലാതെ എന്താണ് ഹിജ്റ വർഷം, അതെങ്ങനെ ഉണ്ടായി, എന്താണ് ആ പേര് കൊടുക്കാൻ കാരണം എന്നുള്ളത് അറിയുന്നവർ ചിന്തിക്കുന്നവർ കുറവാണ്. എന്നാൽ വിശ്വാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന സംഗതിയാണ്, സംഭവമാണ് ഹിജ്റ എന്നുള്ളത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ രംഗത്തും വലിയ അളവിൽ അവർ പണിപ്പെട്ടിട്ടുണ്ട്. അഥവാ ഹിജ്റ വർഷാരംഭം അഥവാ മുഹറം മാസം, അത് മുസ്ലിങ്ങൾ അങ്ങനെ വല്ലാതെ സന്തോഷിക്കണ്ട, അത് മുസ്ലിങ്ങൾ അതിൽ ആനന്ദിക്കണ്ട, അത് നമുക്ക് എന്ത് ചെയ്യാം. അവർ പലതും ചെയ്തു. ഇന്ന് മുസ്ലിം സമൂഹം അത് ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും, അല്ലെ. മലയാളം മാസം പറയുമ്പോൾ അതിന്റെ ആരംഭം പൊന്നും ചിങ്ങമാസം എന്നാ പറയാ, പൊന്നും ചിങ്ങമാസം. തമിഴ് പറയുമ്പോ തമിഴ് പുത്താണ്ട് എന്നാ പറയാ. ഇംഗ്ലീഷ് പറയുമ്പോൾ അത് ഹാപ്പി ന്യൂ ഇയർ ആയി. പക്ഷെ ഹിജ്റ പറഞ്ഞാലോ അത് ശകുനം, നഹസ്, ഒന്നിനും കൊള്ളാത്ത, വിരുന്നു പോകാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, കട ആരംഭിക്കാൻ പാടില്ല, വീട് താമസിക്കാൻ പാടില്ല, ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ലാത്ത ദുശ്ശകുനത്തിന്റെ ദിവസങ്ങളാണ് മുഹറത്തിന്റെ ആദ്യത്തെ 10 എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിം സമൂഹത്തിന്റെ തലച്ചോറിൽ കയറ്റിയിരിക്കണം. ഇന്ന് ബഹുഭൂരിഭാഗം ആളുകൾ നിങ്ങൾ നോക്കി, മുഹറം 10 കല്യാണം ഉണ്ടോ? എന്താ കല്യാണം ഇല്ലാത്തത്? ഹോളുകൾ ഒഴിവില്ല, ഹോളുകൾ കുറഞ്ഞ പൈസക്ക് കിട്ടും മുഹറം 10 വരെ. സലഫികളൊക്കെ കല്യാണം കഴിക്കും, അല്ലെ. പക്ഷെ ഭൂരിഭാഗം ആളുകളും മുഹറം 10 കഴിയാതെ കല്യാണം കഴിക്കില്ല, വീട് താമസിക്കൂല, ഒരു പുതിയ സംരംഭം തുടങ്ങൂല. എന്താണ്? അത് ദുശ്ശകുനമാണ്, ബർക്കത്തുണ്ടാവില്ല, നശിച്ചു പോകും, നന്നതല്ല. എവിടെ നിന്ന് കിട്ടി? യഹൂദ നസ്വാറാക്കളുടെ അതുപോലത്തെ ഷിയാക്കളുടെ എല്ലാം ദുഷ്പ്രചരണമാണ് അതിന്റെ പിന്നിൽ. നമ്മുടെ നാട്ടിൽ കാണുന്ന അന്ധവിശ്വാസങ്ങൾക്ക് പ്രധാനമായ കാരണം കർബല യുദ്ധമാണ് പറയാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ കുടുംബത്തെയും അടങ്ങുന്ന എല്ലാവരെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദിന്റെ ഭരണകാലത്ത് കൊന്നുകളഞ്ഞു. അതുകൊണ്ട് വളരെ ക്രൂരമായ ഒരു കൃത്യം നടന്ന ദുഃഖത്തിന്റെ ദിവസങ്ങളാണ്. സന്തോഷിക്കാൻ പാടില്ല, ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല. ഇതാര് കൊണ്ടുവന്നു? ഷിയാക്കൾ കൊണ്ടുവന്നു. പക്ഷെ സുന്നികൾ എന്ന് പറയുന്നത് നമ്മളും എന്ത് ചെയ്യണം? അത് ഏറ്റുപിടിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു വിശ്വാസം തന്നെ തെറ്റാണ്. ഗർഭന മാത്രമുള്ള യുദ്ധം, അതിനു മുമ്പ് യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ? ബദർ, ഉഹദ്, ഖന്തഖ്, ഹുനൈൻ, ഫത്ഹ് മക്ക, അങ്ങനെ എത്ര റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ 80 ചില്ലാനും യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ റസൂലുള്ളാഹിയുടെ
വളാപ്പന്മാരും അതുപോലെ സഹോദരന്മാരും കുടുംബങ്ങളും എല്ലാം ഷഹീദായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരും കൂട്ടുകാരിൽപ്പെട്ടവരുമെല്ലാം ധാരാളം ഷഹീദായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ദുഃഖമാണ്. ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്നത് ദുഃഖമല്ല, അത് ഭാഗ്യമാണ്. ഒരാൾക്ക് ജിഹാദ് ചെയ്യണമെന്ന് സ്വയം ആഗ്രഹിച്ചാൽ കിട്ടൂല, സാധ്യമാവില്ല. അള്ളാഹ് തൗഫീഖ് ചെയ്താലേ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാകാൻ പറ്റുള്ളൂ. അല്ലാതെ സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കി ബോംബും വടിവാളൊക്കെ നടക്കുന്ന യുദ്ധമോ ജിഹാദ് എന്ന് പറയാൻ പറ്റില്ല. അതിന് ആത്മഹത്യ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനൊരിക്കലും ജിഹാദായി പരിഗണിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ സമൂഹത്തിന്റെ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ധർമ്മ സമരം പ്രതിരോധമാണ് യുദ്ധം എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെയാണ് ജിഹാദ് ഷഹീദ് എന്നല്ല പറയുന്നത്. അത് ഒരു പുണ്യമാണ്. അള്ളാഹു നൽകുന്ന ഏറ്റവും ഉന്നതമായ പ്രതിഫലമാണ് ഷഹീദിനുള്ളത്. അങ്ങനെയുണ്ടാകുമ്പോൾ അതെങ്ങനെ ദുഃഖമാകും? അതെങ്ങനെ ശാപമാകും? അതെങ്ങനെ ദുശ്ശകുനമാകും? അത് മഹത്വമല്ലേ? അത് പുണ്യമല്ലേ? ഏറ്റവും പുണ്യമായ നാളുകളല്ലേ? മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമെന്ന് പറഞ്ഞ ദിനങ്ങളാണത്. ഇത് ശത്രുക്കളുടെ പ്രചാരണമാണ്. മുഹറം എന്ന വാക്കിന് അർത്ഥം തന്നെ വിശുദ്ധമാക്കപ്പെട്ടത്, പവിത്രമായത് എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദുനിയാവിൽ അല്ലാഹു സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 30 ദിവസങ്ങളാണ്. ഒന്ന് മുഹറത്തിലെ ആദ്യത്തെ 10, 2 ദുൽഹജ്ജയുടെ ആദ്യത്തെ 10, 3 റമളാനിലെ അവസാനത്തെ 10. ഈ 10 ദിവസങ്ങള് അല്ലാഹുവിന്റെ ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നല്ലതാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമായ പുണ്യമായ ദിവസങ്ങളാണ് ഈ 30 ദിവസങ്ങൾ, 3 10കൾ. ഇതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂലി കൂടുതലാണ്, ഇതിൽ ചെയ്യുന്ന അക്രമങ്ങൾക്ക് കോപം അധികമാണ്. അതുകൊണ്ട് ഏറ്റവും പുണ്യമായ ദിവസങ്ങളാണ് മുഹറത്തിന്റെ ആദ്യത്തെ 10. സന്തോഷിക്കേണ്ടുന്ന, അഭിമാനിക്കേണ്ടുന്ന, ധാരാളം നന്മകൾ ചെയ്യേണ്ടുന്ന ദിവസങ്ങളാണ് മുഹറത്തിന്റെ ആദ്യത്തെ 10. അതുകൊണ്ട് ദീനറിയുന്നവരുണ്ടെങ്കിൽ കല്യാണം നിശ്ചയിക്കുകയാണെങ്കിൽ മനഃപൂർവ്വം മുഹറം ആദ്യത്തെ 10 തന്നെ നിശ്ചയിക്കണം. മനഃപൂർവ്വം ആദ്യത്തെ 10 തന്നെ നിശ്ചയിക്കണം. അപ്പോഴേ ഈ അന്ധവിശ്വാസം നീക്കി കളയാൻ പറ്റൂ, ആളുകളെ ബോധവൽക്കരിക്കാൻ പറ്റൂ. അതുകൊണ്ട് നോക്കൂ, ധന്യസ്മരണകളുടെ പവിത്രമായ മാസമാണ് മുഹറം. ലോകമാകെ മാറ്റിയ മഹാസംഭവങ്ങളുടെ പവിത്രമായ ധന്യമായ സ്മരണകളുടെ കലവറയാണ് മുഹറം എന്ന് പറയുന്നത്. ഇസ്ലാമിക വളർച്ചയുടെ വിജയത്തിന്റെ നാഴികക്കല്ലായിരുന്നു ഹിജ്റ. അത് ഹിജ്റ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുക, വെടിയുക, ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നോക്കൂ, ഹിജ്റയ്ക്കെതിരെ ചില കുപ്രചാരങ്ങൾ നടത്താറുണ്ട്. ചില ആളുകൾ ചില കുപ്രചാരങ്ങൾ നടത്തുന്നുണ്ട് ഹിജ്റയ്ക്കെതിരെ. എല്ലാ കാലത്തും സയോണിസ്റ്റുകളും അതുപോലെയുള്ള ഇസ്ലാമിക വിരോധികളൊക്കെ നടത്താറുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മക്കയിൽ നിന്ന് ഒരു ഭീരുവിനെ പോലെ രാത്രിയിൽ ഒളിച്ചോടിയതാണ്. എന്നിട്ട് അവർ ഹിജ്റ എന്ന് പറഞ്ഞ പേരിട്ടിരിക്കുകയാണ്. വേറെ ചില കുട്ടികൾ പറയുന്നത് സ്വന്തം നാടിനെതിരെ ഒളിപ്പോര് നടത്താൻ, ആക്രമണം നടത്താൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ആസൂത്രണം നടത്തിയ ആളാണ്, അതാണ് ഹിജ്റ. ഇങ്ങനെ പലതരത്തിലും ഇസ്ലാമിനെതിരെ, ഹിജ്റയ്ക്കെതിരെ കുപ്രചാരണങ്ങൾ അഴിച്ചുവിടാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. അള്ളാഹുവിന്റെ അനുമതിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസൂത്രിതമായ നീക്കം തന്നെയായിരുന്നു ഹിജ്റ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ അനുമതി കിട്ടിയിട്ട് തന്നെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്. ആദ്യം ഹിജ്റമായ സ്വഹാബത്താണ്. അബിസീനിയയിലേക്കാണ് ആദ്യമായി ഹിജ്റ പോയത്. മക്കയിൽ ഉപദ്രവം സഹിക്കവയ്യാതെ മദ്യപിച്ചുകൊണ്ടോ വ്യഭിചരിച്ചതുകൊണ്ടോ കൊല ചെയ്തതുകൊണ്ടോ നാട്ടിൽ വല്ല വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടോ അല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും സകല തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സകല തിന്മകൾക്കെതിരെ ശബ്ദിക്കുകയും ചെയ്തു എന്ന കാരണത്താൽ വിശ്വാസികൾക്ക് ജീവിക്കാൻ അനുവാദമില്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അങ്ങകലെ ആഫ്രിക്കയുടെ അതിർത്തിയിൽ എത്യോപ്യയിൽ നജാഷി എന്ന് പറയുന്ന രാജാവ് ഭരിക്കുന്ന നല്ലൊരു രാജാവ്, ക്രിസ്തീയ രാജാവ് ഭരിക്കുന്ന ഒരു നാടുണ്ട്, അബിസീനിയ. നിങ്ങൾ അവിടേക്ക് ചെല്ല്, അദ്ദേഹം നിങ്ങൾക്ക് അഭയം നൽകും. അങ്ങനെ സ്വഹാബത്തുൽ കിറാം അവിടേക്ക് ഹിജ്റ പോയി.
പക്ഷേ ശത്രുക്കൾ അവിടെയും പിന്നാലെ ചെന്ന് പറഞ്ഞു, ഇവർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തീവ്രവാദമുണ്ടാക്കി, നാട്ടിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി, അവിടെ നിന്നിട്ട് വന്നതാണ്, നിങ്ങൾ അഭയം കൊടുക്കരുത്, നിങ്ങളുടെ നാട് നശിപ്പിക്കും. അങ്ങനെ നജ്ജാശി രാജാവ് ആ സ്വഹാബത്തെ വിളിച്ച് വിചാരണ ചെയ്തു. അവർ തൗഹീദും സുന്നത്തും അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ നജ്ജാശി രാജാവ് പറഞ്ഞു, ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രവാചകൻ ഈസാ മസീഹ് അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം സത്യപ്രവാചകൻ തന്നെയാണ്, അദ്ദേഹം പറഞ്ഞ സത്യവേദമാ എന്ന് പറഞ്ഞ് ഖുറൈശികളെ നിരാശപ്പെടുത്തി. അങ്ങനെ അവർക്ക് അദ്ദേഹം അഭയം കൊടുത്തു. പക്ഷേ പിന്നീട് ഖുറൈശികൾ വേറൊരു തന്ത്രം മെനഞ്ഞു. എന്താണ്? മക്കയിൽ ഇപ്പൊ എല്ലാവരും ഇസ്ലാമിനെ എതിർക്കൽ നിർത്തി, എല്ലാവരും ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി, ആരും ആരെയും പ്രയാസപ്പെടുന്നില്ല, വളരെ സുഖമാണ്. ഈ കുപ്രചരണം നടത്തിയപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ വീണ്ടും തിരിച്ച് മക്കയിലേക്ക് വന്നു. പക്ഷേ അവരെ കാത്തിരുന്നത് അതിക്രൂരമായ പീഡനങ്ങളും പ്രയാസങ്ങളുമായിരുന്നു. അങ്ങനെ അവർ പലരും സ്വഹാബികൾ കൊല്ലപ്പെട്ടു, പല സ്വഹാബികളെയും ആക്രമിച്ചു, അവർ സ്വത്ത് അപഹരിക്കപ്പെട്ടു. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ അവിടെ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു അനുമതി നൽകുകയാണ്. അഥവാ മദീനയിൽ നിന്ന് യസ്രിബ് എന്ന് പറയുന്ന ആ മക്കയിൽ നിന്ന് 400 ചില്ലാനും കിലോമീറ്ററുള്ള ആ ഗ്രാമപ്രദേശത്ത് നിന്ന് അറബികൾ ഹജ്ജിന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടറിയുകയും 12 പേരടങ്ങുന്ന ഒരു സംഘം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയും ദീന് സ്വീകരിക്കുകയും അവരെ പ്രതിജ്ഞയെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അവരെ മദീനയിൽ പോയി. മദീനയിലേക്ക് പോകുമ്പോ അവരുടെ കൂടെ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹയും മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹയും ഇസ്ലാമിക പ്രബോധനം പറഞ്ഞയച്ചു. അങ്ങനെ ഈ രണ്ടുപേരും കൂടെ ചെന്ന് മദീനയിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് നടത്തി. അടുത്ത വർഷം 70 പേരടങ്ങുന്ന ഒരു സംഘം മുസ്ലിങ്ങളായി അല്ലാഹു റസൂലിനെ വന്ന് കാണുകയും റസൂലയോട് പറഞ്ഞു, റസൂലേ, ഞങ്ങളുടെ നാട് നിങ്ങളെ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് അഭയം തരാം, നിങ്ങളുടെ ദൈനീയ പ്രബോധനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം. അങ്ങനെ അവർ വാഗ്ദാനം ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രതിജ്ഞയിപ്പിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തെക്കാൾ, നിങ്ങളുടെ കുടുംബത്തെക്കാൾ, സമ്പത്തിനേക്കാൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ സ്നേഹിക്കണം. അത് നിങ്ങൾക്കാകുമോ? അവർ സമ്മതിച്ചു. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ ശരീരവും സമ്പത്തും ചെലവഴിക്കാൻ തയ്യാറാവണം. നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, വ്യഭിചരിക്കരുത്, കൊല ചെയ്യരുത്, പരസ്പരം വ്യഭിചാരാരോപണം നടത്തരുത്. ഇങ്ങനെ കുറെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞപ്പോൾ അതെല്ലാം അവർ സമ്മതിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞ് മദീനയിലേക്ക് പോയി. അവിടെ ദിവസങ്ങൾ ഇങ്ങനെ കുറെ കാത്തിരുന്നു. അവര് സ്വഹാബികൾക്ക് സങ്കടമായി. സ്വഹാബത്ത് പറഞ്ഞു, മദീനയിലെ അവസ്ഥ പറയുകയാ. സ്വഹാബികൾക്ക് സങ്കടമായി. അവരെ പറഞ്ഞ്, നമ്മളവിടെ ഭക്ഷണം കഴിക്കുന്നു, സുഖമായി ഇറങ്ങുന്നു, അല്ലാഹു റസൂല് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഒരു സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ മരഞ്ചെരുവുകളിൽ കിടന്ന് അലയുകയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയും അല്ലാഹു റസൂലിനെ എത്രയും വേഗം ഇവിടേക്ക് എത്തിക്കണം. അങ്ങനെ അവർ ദൂതുകൾ അയക്കുകയും അവർ കാത്തിരിക്കുകയും ചെയ്തു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ധീരനായ മനുഷ്യ സ്നേഹിയെ, അവിടെ സമത്വ സുന്ദരമായ നിയമം പാലിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടാൻ കഴിയുകയാണ്. കാരണം മുസ്ലിമായ എല്ലാ സ്വഹാബികളെയും സുരക്ഷിതമായി അവർ മദീനയിലേക്ക് എത്തിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമാണ് ഹിജ്റ പോകുന്നത്. ഇന്നൊക്കെ നമ്മുടെ നാടുകളിൽ എന്തെങ്കിലും കലാപുണ്ടായാൽ നേതാക്കന്മാർ ആദ്യം അണ്ടർഗ്രൗണ്ട് പോകും, അല്ലെങ്കിൽ നേതാക്കന്മാർ ഫ്ലൈറ്റ് കയറി ഇവരുടെ എവിടെയും പോയിട്ടുണ്ടാവും, പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ. പക്ഷേ അള്ളാഹു റസൂൽ സംഘടിച്ചത് എല്ലാവരെയും മദീനയിൽ എത്തിച്ച് അവസാനം അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നത്. ആ യാത്ര സ്വഹാബത്തിന്റെ യാത്ര നമ്മൾ വിചാരിക്കുന്ന പോലെ തൽക്കാലം ഗൾഫിലേക്ക് ഉംറ പോകുന്ന പോലെ കണക്കാക്കണ്ട. യുഗങ്ങളായി, തലമുറകളായി ജീവിച്ചിരുന്ന നാട്ടിലുള്ള തങ്ങളുടെ തോട്ടങ്ങളും തങ്ങളുടെ കുടുംബ ബന്ധങ്ങളും തങ്ങളുടെ സകല സമ്പത്തുകളും അവിടെ ഒഴിവാക്കി ഉടുത്ത വസ്ത്രമല്ലാതെ മറ്റൊന്നും കൊണ്ടുപോകരുത് എന്ന ആ ഖുറൈശികളുടെ വിലക്ക് എല്ലാം അവിടെ വെച്ചുകൊണ്ട് ആ ഉടുത്ത വസ്ത്രം മാത്രം എടുത്ത് പലർക്കും ഒട്ടകം പോലും കൊടുത്തില്ല. പലരും നടന്നിട്ടാണ് 1.5 മാസം സഞ്ചരിക്കേണ്ടുന്ന ആ വഴിദൂരം അന്ന് നടന്നിട്ടാണ് അവർ പോയത്. നടന്നിട്ട് മാസങ്ങൾ സഞ്ചരിച്ചാലേ നടന്നിട്ട് അവിടെ എത്തുള്ളൂ, അല്ലെ? അങ്ങനെയുള്ള ആ മലഞ്ചെരുവിലൂടെ
ഇന്നത്തെ പോലെ റോഡൊന്നുമില്ല, വെറും മലകളും കുന്നുകളാണ്. അത് കയറി ഇറങ്ങി കല്ലുകളും പാമ്പിനെ പോലെ വിഷമുള്ള തേളുകളും പല്ലുകളുമുള്ള അതിലൂടെ ഗർഭിണികളും കുട്ടികളും വൃദ്ധകളും എല്ലാം അവരിങ്ങനെ പോവുകയാണ്. കയ്യിലുള്ള ഭക്ഷണം കഴിഞ്ഞ് വിശന്ന് വളഞ്ഞ് വെള്ളമില്ലാതെ ദാഹിച്ച് അവരിങ്ങനെ പോവുകയാണ്. പലർക്കും പകലിൽ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു കൊന്നുകളയുമെന്നുള്ള ഭയത്താൽ പകലിൽ പല മലഞ്ചെരിവുകളിലും ഗുഹകളിലും ഒളിച്ചിരുന്ന് രാത്രി യാത്ര തുടരുകയാണ്. എന്തിനു വേണ്ടി അവർ ത്യാഗം സഹിച്ചത്? അവർ മക്കയിൽ എന്തിനാ പോയത്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത് തേടിപ്പോയതാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ജീവിത സുഖം തേടിപ്പോയതല്ല, സമ്പാദ്യം തേടിപ്പോയതല്ല. ആരെങ്കിലും അവിടെ ചെന്നാൽ വീട് വെക്കാൻ സ്ഥലം പതിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു വാഗ്ദാനവും ഇല്ല. സ്വർഗം കിട്ടുമെന്ന വാഗ്ദാനം ഒഴികെ വേറൊന്നും അവർക്കില്ല. പോകുന്ന നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണെന്ന് അവർക്കറിയില്ല, അവരുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ ഹിജ്റ പോകുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ഹമ്മയും റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ആ ഉമ്മു സുലൈമിന്റെ കൂടെ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. അങ്ങനെ അവർ ഹിജ്റ പോകുമ്പോൾ ആ അബൂ സുലൈമിന്റെ വീട്ടുകാരൻ വന്നുകൊണ്ട് ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയി. ഈ കുഞ്ഞിനെ പറഞ്ഞ ഞങ്ങളുടെ പരമ്പരയാണ്, ഇതിനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുകയില്ല എന്ന് പറഞ്ഞ് ബലമായി കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയി. ഉമ്മു സുലൈമിന്റെ വീട്ടുകാർ വന്നുകൊണ്ട് ഉമ്മു സുലൈമിനെ പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങളുടെ മകളെ പറഞ്ഞയക്കുകയില്ല. അവസാനം ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ട് അബൂ സുലൈം റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് നോക്കി തേങ്ങിക്കരഞ്ഞുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോവുകയാണ്, ഹിജ്റ പോവുകയാണ്. മാസങ്ങൾ കഴിഞ്ഞ് ഉമ്മു സുലൈമിന്റെ കരച്ചിൽ കണ്ട് സഹിക്കാതെ ആ നാട്ടിലെ ഒരു മാന്യ സുഹൃത്ത് ഇടപെട്ടുകൊണ്ട് ആ കുഞ്ഞിനെയും ഉമ്മു സുലൈമിനെയും ആ മക്കയിലേക്ക് ഒട്ടകപ്പുറത്ത് യാത്ര അയക്കുകയാണ്. ഇങ്ങനെ ധാരാളം ധന്യമായ ആ ത്യാഗത്തിന്റെ ഓർമ്മകൾ കൊണ്ടുതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഹിജ്റ പോകുമ്പോൾ ഉമയ്യത്ത് ഇബ്നു ഖലഫ് വന്ന ആ ഒട്ടകത്തിന്റെ കാല് വെട്ടി വീഴ്ത്തി ഗർഭിണിയായിരുന്ന ആ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മകൾ അവിടെ വീണ് അങ്ങനെ അവർ മരണപ്പെടുകയാണ്. സ്വന്തം മകൾ റസൂലുള്ളാഹി സ്വന്തം മകൾ ഹിജ്റയിൽ ആ ശത്രുവിന്റെ ആക്രമണത്തിൽ മരണപ്പെടുകയാണ്. അങ്ങനെ ധാരാളം പ്രയാസങ്ങൾക്ക് നടുവിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. കാരണം എന്താണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ അവർ ഈമാനിന്റെ രുചിയറിഞ്ഞു കഴിഞ്ഞു. അതിലൊന്നാമതായി എണ്ണിയത് അല്ലാഹുവും അവന്റെ റസൂലും എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടതായി മാറുക എന്നുള്ളതാണ്. അതിലൊന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അല്ലാഹുവും റസൂലും എല്ലാത്തിനേക്കാൾ, നാടിനേക്കാൾ, സ്വത്തിനേക്കാൾ, പാരമ്പര്യത്തെക്കാൾ, കുടുംബത്തെക്കാൾ, എല്ലാത്തിനേക്കാളും വലുത് ഇതെല്ലാം നൽകിയ റബ്ബ, ആ റബ്ബിന്റെ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന അല്ലാഹുവിന്റെ റസൂല, ആ മാർഗത്തിലുള്ള ജീവിതമാണ്. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുന്നത്. ഖുൽ നബിയെ അവരോട് പറയുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദുൻ ഫീ സബീലി. നബി അവരോട് പറയുക, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ, കുടുംബ ബന്ധങ്ങളെക്കാൾ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന സമ്പത്തിനേക്കാൾ, ഇല്ലാതെയായി പോകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന കച്ചവടത്തെക്കാൾ, അതുപോലെ അവർ ഏറെ ഇഷ്ടപ്പെടുന്ന അവരുടെ സ്വപ്ന ഭവനത്തെക്കാൾ, വീടിനേക്കാൾ അല്ലാഹുവും അവരുടെ റസൂലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ആർക്കാകുന്നുവോ ആ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാൾ, ത്യാഗത്തെക്കാൾ ഏറ്റവും വലുതല്ലാതെ അതിനേക്കാളൊക്കെ വലുതായി മാറുന്നവോ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഹത്താ യഅതി അല്ലാഹു
അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കാൻ പോവുകയാണ്. അള്ളാഹിനെക്കാളും റസൂലിനെക്കാളും ഇതൊക്കെയാണോ നിങ്ങൾക്ക് ഏറ്റവും വലുതെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന അവൻ നടപ്പിലാക്കും. എന്താണ് ആ കൽപ്പന? ദുനിയാവിൽ നിങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു അഭയം ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു തരത്തിലുള്ള അഭിമാനം ഉണ്ടാവില്ല. പരലോകത്താവട്ടെ ഭയാനകമായ നരകശിക്ഷയുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അല്ലെ, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ പരാജയത്തിന്റെ നിന്ദതയുടെ എല്ലാത്തിലും ആകത്തുക ഈ ആയത്താണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളയും റസൂലുമായാലേ നിങ്ങൾക്ക് ഈമാൻ ആസ്വദിക്കാൻ കഴിയും. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ഈ ഭൗതികമായി നാം നൽകിയ എല്ലാത്തിനേക്കാളും അത് നൽകിയ എന്നെയും എന്റെ പ്രവാചകനെയും ആ മാർഗത്തിലുള്ള ത്യാഗത്തെയും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകണം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര എണ്ണമുണ്ടായാലും എത്ര സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായാലും നിങ്ങൾക്കൊരു വ്യക്തിത്വമോ ഒരു അഭിമാനമോ ഒരു സമാധാനമോ ഉണ്ടാവുകയില്ല. ഇന്നതല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് ആരുടെ കയ്യിലാണ്? മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ലോകത്തെ ജനസംഖ്യ 2ാം സ്ഥാനത്താണ് മുസ്ലിങ്ങള്. നമ്മൾ ന്യൂനപക്ഷമാ എന്ന് പറഞ്ഞ ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇന്ന് ക്രൈസ്തവർ 1ാം കക്ഷിയും മുസ്ലിങ്ങൾ 2ാം കക്ഷിയുമായിക്കൊണ്ട് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സമ്പത്തിന്റെ വലിയ ഒരു ഭാഗം മുസ്ലിങ്ങളുടെ കയ്യിലാണ്. എന്നിട്ട് എന്റെ മുസ്ലിങ്ങൾക്കൊരു ഈ ഒരു ഭീരുത്വം അല്ലെങ്കിൽ ധൈര്യമില്ലായ്മ അല്ലെങ്കിൽ പ്രയാസങ്ങൾ എന്നും അടികൊള്ളേണ്ടവരായി ഓടേണ്ടവരായി അഭയാർത്ഥികളായി മാറുന്നത്? അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ദുനിയാവും അതിനുള്ളതിനേക്കാളും പ്രിയപ്പെട്ടതായി അള്ളാഹ് എന്ന് മാറുന്നതോ, അള്ളാഹു റസൂലിന്റെ കൽപ്പനകൾ എന്ന് മാറുന്നതോ, ആ മാർഗത്തിൽ ത്യാഗങ്ങൾ എന്താകുന്നതോ അന്നേ സമാധാനവും ധൈര്യവും സന്തോഷവും ഉണ്ടാവും. അള്ളാഹു റസൂൽ സല്ലല്ലാഹുവിന്റെ കയ്യിലും സഹാബത്തിന്റെ കയ്യിലും ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് പോലുള്ള സമ്പത്തില്ല. 3 നേരം കഴിച്ച് ഭക്ഷണം കഴിക്കുന്നവർ വളരെ കുറവാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അസ്റിന് തന്റെ ഭാര്യ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ഭക്ഷണമല്ല ചോദിച്ചപ്പോൾ കൊടുത്തത് ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണമാണ്. ആ ഉണങ്ങിയ റൊട്ടി കഷ്ണത്തിനെ പിടിച്ചുകൊണ്ട് അള്ളാഹു റസൂൽ നിന്ന് കരഞ്ഞുപോയി. എന്തിനാ കരഞ്ഞത്? ഇതല്ലേ കിട്ടിയുള്ളൂച്ചിട്ടല്ല, ഈ നേരം വരെ എനിക്ക് അവിടുന്ന് പറയുകയാണ്, നേരം വെളുത്ത് ഈ നേരം വരെ എനിക്കൊരു ഭക്ഷണവും കിട്ടിയിട്ടില്ല. ആരാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഇപ്പോൾ എനിക്കിതാ ഈ ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം കിട്ടിയിരിക്കുന്നു. ഇത് തന്നെന്റെ വിശപ്പ് മാറ്റിയ റബ്ബ് നാളെ ഈ ഭക്ഷണം കഴിച്ചതിന്റെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഏത്? ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം കഴിച്ചതിന്റെ കണക്ക് അള്ളാഹു ചോദിക്കുമെന്ന് നമുക്ക് വല്ല വിചാരമുണ്ട്? നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ അള്ളാഹ് ചോദിക്കുമെന്ന വല്ല ചിന്തയുമുണ്ടോ? പോരാ എന്ന പരാതിയല്ലാതെ കിട്ടിയതിൽ എന്റെ റബ്ബിനോട് ചോദിക്കുമല്ലോ നന്ദി കാണിക്കണ്ടേ എന്ന ചിന്തയുണ്ടോ? അങ്ങനെയാണ് ലോകത്തെ അഷ്റഫുൽ ഹഖ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതെങ്കിൽ നാം ഇന്ന് കഴിക്കുന്ന ഭക്ഷണം, ഇന്ന് ജുമ കഴിഞ്ഞാൽ കഴിക്കാൻ പോകുന്ന ഭക്ഷണം, നാം അനുഭവിക്കുന്ന സുഖങ്ങൾ, നാം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ മക്കളെ അള്ളാഹു തൃപ്തിപ്പെടുന്ന മക്കളായി വളർത്താൻ കഴിയുന്നുണ്ടോ? ആ ചോദ്യത്തിലാണ് നമ്മുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഉത്തരമിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഹിജ്റ നമ്മളോട് ചോദിക്കുന്നത്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അവന്റെ മാർഗത്തിൽ ത്യാഗത്തിന് നിങ്ങൾ സന്നദ്ധമാണോ എന്ന് നോക്കൂ. ഇങ്ങനെയുള്ള പവിത്രമായ സന്ദേശങ്ങളും ചിന്തകളും ഉയർത്തിക്കൊണ്ടാണ് മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ മുഹറം മാസത്തിൽ നോമ്പെടുക്കുന്നതിന് മുഹറം 9-നും 10-നും പ്രത്യേകമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്വാ അശൂറ എന്ന 2 നോമ്പുകൾ പഠിപ്പിച്ചു. അഥവാ മദീനയിൽ ചെന്നപ്പോൾ ജൂതന്മാര് അവരുടെ യഹൂദികൾ നോമ്പെടുക്കുന്നു മുഹറം 10-ന്. അപ്പോൾ നബി ചോദിച്ചു, എന്താ നിങ്ങൾ നോമ്പെടുത്തത്? ഞങ്ങളുടെ മൂസ അലൈഹിസ്സലാം, ഞങ്ങളുടെ പ്രവാചകൻ ഫിറഔനിൽ നിന്ന് വിജയം പ്രാപിച്ച് ഇസ്രായേൽ മക്കൾ വിജയിച്ച ദിവസമാണെന്ന്, അതുകൊണ്ട് ഞങ്ങളത് ആഘോഷിക്കാൻ നോമ്പെടുക്കുകയാണ്. അല്ലെ, നമ്മളന്നത്തെ ആഘോഷം എങ്ങനെയാ? നമ്മളന്നത്തെ ആഘോഷം എങ്ങനെയാ? ആളുകള് വെറും ചണ്ടയും പടക്കവും പൂരവും, അല്ലെ, ആ മുശ്രിക്കുകൾ ആഘോഷമായി മാറി. യഹൂദികൾ പോലും അന്ന് ആഘോഷിച്ച് നോമ്പെടുത്തിട്ടാ. അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എങ്കിൽ യഹൂദികളിൽ നിന്ന് വ്യത്യസ്തമായി മൂസ അലൈഹിസ്സലാമുമായി
അവരെക്കാൾ കൂടുതൽ അടുത്തവർ ഞാനും എന്റെ സ്വഹാബത്തുമാണ്. ഞങ്ങളാണ് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ആ തൗഹീദ് ജീവിതത്തിൽ പകർത്തുന്ന, അത് കൊണ്ടു നടക്കുന്നവർ. ഇവർ ശിർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ മുഹറം 9-നും 10-നും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഞാൻ നോമ്പെടുക്കും. അടുത്ത വർഷം ഞാൻ നോമ്പെടുക്കും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 9-നും 10-നും നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. അപ്പൊ ചില ആൾക്കാർ മുഹറം 10-ന് മാത്രം ആഘോഷം, അത് യഹൂദികളുടെ ആഘോഷമാണ്. മുസ്ലിമാണോ മുഅ്മിനാണോ മുഹറം 9-നും 10-നും നോമ്പെടുക്കണം. അതാ റസൂലുള്ളാഹിയുടെ സുന്നത്ത്. മനഃപൂർവ്വം 9 എടുക്കാതെ 10 മാത്രം എടുക്കൽ അത് യഹൂദിയത്താണ്, അത് മുസ്ലിമിയത്താവില്ല. അതുകൊണ്ട് മുഹറം 9-നും 10-നും നോമ്പെടുക്കണം. അത് ഒരു വർഷത്തെ പാപങ്ങളെ പുറത്തു തരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവൻ പവിത്രമാക്കിയതെല്ലാം പവിത്രമായി ആചരിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വസിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് പരിപൂർണ്ണ മുസ്ലിമായി കൊണ്ട് മാത്രമേ ഈ ലോകത്തിന് വിട കൊള്ളാവൂ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. യഥാർത്ഥ മുത്തഖിയായി മുസ്ലിമായി മരണപ്പെടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഹിജ്റ നമുക്ക് നൽകുന്ന പാഠങ്ങൾ അനവധിയാണ്. വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവും അവന്റെ റസൂലുമായിരിക്കണം എന്നാണ്. അതിന് സാധ്യമല്ലെങ്കിൽ ജന്മനാട്ടിൽ നിന്ന്, ജനിച്ച പ്രദേശത്ത് നിന്ന് അതിന് സാധ്യമാകുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നാണ്. പക്ഷെ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ലോകത്തെ ഏറ്റവും സ്വതന്ത്രവും സമാധാനമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭരണഘടനയിൽ പോലും നമുക്ക് നമ്മുടെ മതം വിശ്വസിക്കാൻ മാത്രമല്ല, അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം കൂടെ ഭരണഘടന അനുവദിച്ചിരിക്കുകയാണ്. അത്രയും മഹത്തായ രാജ്യവും ഭരണഘടന നമ്മുടേത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വിവേകികളുടെ, അപക്വമതികളുടെ, ആ വികാരജീവികളെ അടിമപ്പെട്ടുകൊണ്ട് അതിന് വികാരം സൃഷ്ടിക്കുന്ന മറ്റു സഹോദരങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലും ഒരു സമാധാനത്തിനെതിരെയുള്ള ഒരു പ്രവർത്തനം മുസ്ലിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുകൊണ്ട്, അത് അനുവദിക്കുന്ന സ്വാതന്ത്ര്യം നിന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ മതപ്രബോധനം നടത്തുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ വരെ തരുന്ന രാജ്യമാണ് ഈ രാജ്യം. അതിനേക്കാൾ ഏതൊരു രാജ്യമുള്ളത്? അത്ര സുന്ദരമാണ് നമ്മുടെ രാജ്യം. ഏതെങ്കിലും ചില അപമതികൾ എന്തെല്ലാം പറഞ്ഞ് നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മൾ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുകയും അള്ളാഹിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. സർവ്വ ബന്ധങ്ങളെക്കാളും വലുത് ആദർശ ബന്ധമാണ് എന്ന് മക്കക്കാരെ തങ്ങളുടെ സമ്പത്തും എല്ലാം കൊടുത്ത് സ്വീകരിച്ച മദീനക്കാരെ ഹിജ്റയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ യുക്തിഭദ്രവും ആസൂത്രിതവുമായിരിക്കണമെന്ന് ഹിജ്റ ആസൂത്രണം ചെയ്ത അല്ലാഹു റസൂൽ ആ ആസൂത്രണ രീതിയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ അഭാവമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ പരാജയത്തിന്റെ കാരണം. അള്ളാഹു യഥാർത്ഥ വഴിയിലേക്ക് നമ്മെയും സമൂഹത്തെയും നയിക്കുമാറാകട്ടെ. അള്ളാഹു റസൂൽ പറഞ്ഞു, വൽ മുഹാജിറു മൻ ഹദറ മാ നഹല്ലാഹു അൻഹു. ഹിജ്റ അവസാനിച്ചിട്ടില്ല. ഓരോ വിശ്വാസിക്കും ഹിജ്റയുണ്ട്. എന്താണ് ഹിജ്റ? അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ് യഥാർത്ഥമായ ഹിജ്റ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും കഷ്ടമുള്ള കാര്യം. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ പോകാൻ എളുപ്പം, പക്ഷെ അള്ളാഹ് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യം. അതാണ് ഏറ്റവും വലിയ ഹിജ്റ എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചു. അങ്ങനെ ഹറാമിൽ നിന്നും ശിർക്കിൽ നിന്നും മാറി നിന്ന് ഖുർആനിലും തൗഹീദിലും സുന്നത്തിലും ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗികളായ ധാരാളം സഹോദരങ്ങൾ ദുആ വസിയത്തുള്ള അള്ളാഹു അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പ്രബോധന പ്രചാരണങ്ങൾക്ക് നമുക്ക് എല്ലാവിധ കഴിവുകളും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار ولا
تشبه خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المصير وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.